ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേദയ്ക്ക് സ്കൂളുള്ള ദിവസം എൻ്റെ രാവിലത്തെ ഡെയിലി റൊട്ടീൻ ആണ് കാണിക്കുന്നത്. ഡെയിലി മോർണിംഗ് റൊട്ടീൻ ആണ് കാണിക്കുന്നത്. രാവിലെ എഴുന്നേറ്റു, ബ്രഷെല്ലാം ചെയ്തു, മുടിയെല്ലാം ചീക്കി കെട്ടിയ ശേഷം താഴേക്ക് ഇറങ്ങി വന്നു. ഫസ്റ്റ് ഞാൻ ചെയ്യുന്ന കാര്യം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. സാധാ നോർമൽ വാട്ടർ കുടിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഗ്ലാസ് വെള്ളമെല്ലാം കുടിച്ച് കഴിഞ്ഞ ശേഷം ആദ്യം വെയിറ്റ് ചെക്ക് ചെയ്യും കേട്ടോ. ആ വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയി. ആദ്യം വെയിറ്റ് ചെക്ക് ചെയ്യും, എന്നിട്ട് വെള്ളം കുടിക്കും, എന്നിട്ട് നേരെ കിച്ചണിലേക്ക് വരും, എന്നിട്ട് ആലോചന തുടങ്ങും എന്താണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടത്. അപ്പോഴേ ഇന്നലെ ഏകദേശം ഒരു പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു, ഇടിയപ്പവും സ്റ്റൂവും ഉണ്ടാക്കാമെന്നുള്ളത്. അപ്പോൾ പിന്നെ എന്തായാലും ഇടിയപ്പവും സ്റ്റൂ ഉണ്ടാക്കാം, ദോശമാവും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. എന്നും ദോശ ഇഡ്ഡലി ആയാലും എങ്ങനെയാണ്, അതുകൊണ്ടിന്ന് ഇടിയപ്പവും സ്റ്റൂ ആക്കാമെന്ന് കരുതി. അതിന് മുന്നേ ഒരു കാര്യം, തലേ ദിവസം കിടക്കുന്നതിന് മുന്നേ കിച്ചൺ ഫുൾ ക്ലീൻ ചെയ്തിട്ടാട്ടോ കിടക്കുന്നത്. അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദേഷ്യം വരും കേട്ടോ. കഴുകി വൃത്തിയാക്കിയ പാത്രങ്ങളെല്ലാം വാരി പുറത്ത് വെച്ച് ഉണക്കാനായിട്ടൊക്കെ വെച്ച് സ്ലാബെല്ലാം ക്ലീൻ ചെയ്തിട്ടായിരിക്കും കിടക്കുന്നത്. ചില ദിവസങ്ങളിൽ അങ്ങനെ അങ്ങ് ഇട്ടേക്കും കേട്ടോ. ഇത് ഇന്നലെ വാങ്ങിയ മട്ടനാട്ടോ, കുറച്ച് ബാക്കി വന്നു. കുറച്ചേ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഒരു 1/2 കിലോ മട്ടനെ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ഡൽഹിയിൽ പോയപ്പോൾ ഏട്ടന് ചെറിയൊരു ചൊറിച്ചിലൊക്കെ വന്നു. അതിന് മട്ടൻ കഴിച്ചിട്ടാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. പക്ഷേ ഭാഗ്യമുണ്ട് കേട്ടോ, മട്ടൻ കഴിച്ചിട്ടല്ല ഏട്ടന് അലർജി വന്നത്. ഇന്നലെ കഴിച്ചിട്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അങ്ങനെ രാവിലെ ഞാൻ വന്നു, കിച്ചണിലെല്ലാം കയറി ഇടിയപ്പവും സ്റ്റൂവും വയ്ക്കുന്നു എന്ന് തീരുമാനത്തിലെത്തിയ ശേഷം ഞാനൊരു ബ്ലാക്ക് കോഫി ഇട്ട് കുടിക്കുകയാണ്, വിത്തൗട്ട് ഷുഗർ. ഇപ്പോൾ കുറച്ച് നാളായിട്ടുള്ള പരിപാടി ഇതാണ്. ഓരോ പ്രാവശ്യവും ഓരോ രീതികളാണ്. ബ്ലാക്ക് ടീ വിത്തൗട്ട് ഷുഗറാണ് ഇപ്പോൾ ഞാൻ വെറും വയറ്റിൽ കുടിക്കുന്നത്. ചിലപ്പോൾ നാരങ്ങയും തേനും കൂടി ചേർത്ത് കുടിക്കാറുണ്ട്. അങ്ങനെയൊക്കെ പല രീതിയിൽ പല പരീക്ഷണങ്ങളാണ്. ഇതൊന്നും വണ്ണം കുറയാൻ വേണ്ടിയിട്ടല്ല, കുടിക്കുമ്പോൾ എന്തോ ഒരു എനർജി എവിടെ നിന്നോ കിട്ടുന്നൊരു ഫീൽ ഉണ്ട് കേട്ടോ. അങ്ങനെയാണ് അതൊക്കെ ഇട്ട് കുടിക്കുന്നത്. അപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് മാവ് തട്ടാനായിട്ടൊരു പാത്രം എടുത്തു, ഇടിയപ്പത്തിൻ്റെ സേവനാഴി എടുത്തു. അത് കഴിഞ്ഞ് ഇടിയപ്പത്തിൻ്റെ മാവ് എടുക്കുകയാണ്. ആദ്യം എടുത്തത് പുട്ടിൻ്റെ മാവാട്ടോ, അത് നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഇടിയപ്പത്തിൻ്റെ ടിന്ന് തുറന്നപ്പോഴേക്കും, മാവിരുന്ന ടിന്ന് തുറന്നപ്പോഴേക്കും മാവില്ല കേട്ടോ, കുറച്ചേ ഉള്ളൂ. ദൈവമേ, ഞാൻ വേദയ്ക്ക് സ്കൂളിൽ നിന്ന് ഇത് തന്നെയാണ് കൊടുത്തു വിടുന്നതും. ചോറൊന്നും ഇട്ടില്ല. അപ്പോൾ വേദ പറഞ്ഞാൽ ഇടിയപ്പം മതി. ഞാൻ ഇടിയപ്പം, ചപ്പാത്തി, ഇഡ്ഡലി, ഈ 3 സാധനങ്ങളെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ കൊടുത്തു വിടാറുള്ളൂ. അതാകുമ്പോൾ ഉച്ചയ്ക്കും ഈ ആവിയിൽ കയറുന്ന സാധനമായതുകൊണ്ട് ഉച്ചയ്ക്ക് നല്ല ഇതായിട്ടിരിക്കും. ഒരുപാട് ഹാർഡായിട്ടോ അങ്ങനെയൊന്നും ഇരിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഇടിയപ്പവും സ്റ്റൂവും കൊടുത്ത് വിടാമെന്ന് പറഞ്ഞ് മാവെടുത്ത് തട്ടിയപ്പോൾ കുറച്ചേ ഉള്ളൂ കേട്ടോ. ദൈവമേ, ഈ മാവ് തികയുമോ ഇല്ലേ എന്നുള്ളൊരു കൺഫ്യൂഷനിലായി. എന്തായാലും ഫ്രിഡ്ജിൽ ദോശമാവൊക്കെ ഇരിപ്പുണ്ട്, അതുകൊണ്ടൊരു ധൈര്യമുണ്ട്. എന്തായാലും ഈ മാവിൽ തികയില്ല എന്ന് എനിക്കറിയാം, സ്കൂളിലൂടെ കൊടുത്ത് വിടുന്നത് കൊണ്ട്. അല്ലെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ മാവെല്ലാം തട്ടിയപ്പോഴേക്കും എൻ്റെ ബ്ലാക്ക് കോഫി റെഡി ആയിട്ടുണ്ട്. ബ്ലാക്ക് കോഫി ഒരു ഗ്ലാസ്സിലേക്ക് അരിക്കാനൊന്നും നിന്നില്ല കേട്ടോ. എടുത്ത് ഒഴിച്ച ശേഷം നമ്മുടെ ഇടിയപ്പം നല്ല തിളച്ച വെള്ളത്തിലല്ലേ നനയ്ക്കുന്നത്, കുഴച്ചെടുക്കുന്നത്. അങ്ങനെ ഇടിയപ്പം കുഴയ്ക്കാനായിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചു, തിളപ്പിക്കാനായിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചു. ഇടിയപ്പത്തിൻ്റെ മാവിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇടിയപ്പത്തിൻ്റെ മാവെന്നല്ല, മിക്കവാറും ചില സാധനങ്ങൾ ഉണ്ടാക്കാനായിട്ട് ചെന്ന് അരിക്കുമ്പോഴായിരിക്കും ആ സാധനം ഇല്ല എന്ന് മനസ്സിലാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മാവ് അരി വാങ്ങി പൊടിക്കുകയാണ് ചെയ്യുന്നത്. പച്ചരി വാങ്ങി ഇടിയപ്പത്തിന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാത്ത ഇൻസ്റ്റൻറ്റ് മാവ് വാങ്ങാറില്ല. ഇനിയിപ്പോൾ വേണമെങ്കിൽ വാങ്ങാമായിരുന്നു, പിന്നെ രാവിലെ ആയിട്ട് കടയൊന്നും തുറക്കത്തില്ല, അതുകൊണ്ട് വാങ്ങിയില്ല കേട്ടോ. അപ്പോൾ സ്റ്റൂവിന് വേണ്ടിയിട്ടുള്ള ഉരുളക്കിഴങ്ങും സവോളയൊക്കെ എടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങെല്ലാം ഇവിടെ വീട്ടിൽ നമ്മൾ മിക്കവാറും ഉണ്ടാവില്ലല്ലോ, വാങ്ങിച്ചിട്ടിട്ട് കിടന്ന് മുളച്ച് കിടക്കുക കേട്ടോ. അങ്ങനെ മുളയ്ക്കുന്ന ഉരുളക്കിഴങ്ങ് കഴിച്ചുകൂടാ എന്നാണ് പറയുന്നത്. ഏട്ടൻ എപ്പോഴെപ്പോഴും വന്ന് നോക്കും കേട്ടോ. ഞാൻ ഏട്ടനെ ഉണർത്തി, എനിക്കൊരു വീഡിയോ എടുത്ത് തരുമെന്ന് പറഞ്ഞിങ്ങനെ വിളിച്ച് ശല്യം ചെയ്ത് ഉണർത്തി. ഇങ്ങനെ ദേഷ്യത്തിൽ വന്നിങ്ങനെ നോക്കുകയാണ്. ഏട്ടൻ അറിഞ്ഞില്ല ഞാനവിടെ ക്യാമറ ഓൺ ചെയ്ത് റെക്കോർഡ് ആണെന്നുള്ള കാര്യം അറിഞ്ഞില്ല. വന്നിങ്ങനെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ് എൻ്റെ ക്യാമറ ഓണാണ്. വന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ ക്യാമറ അവിടെ ഇരിക്കുന്നത് കേട്ടോ. അത് കണ്ടത് ആൾ തിരിച്ചങ്ങനെ അങ്ങ് പോയി. ഏട്ടാ സുഖം ഉറക്കായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ എടുത്ത് തരുമെന്നൊക്കെ പറഞ്ഞ് വിളിച്ച് ഉണർത്തിയതാണ്, പക്ഷെ എനിക്ക് വീഡിയോ എടുത്തു തന്നില്ല കേട്ടോ. പിന്നെ എവിടേക്കോ എപ്പോഴൊക്കെ എടുത്ത് തന്നു, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ കാര്യമായിട്ടൊന്നും എടുത്തുന്നില്ല. ബാക്കി ഫുൾ എൻ്റെ എഫേർട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ സ്റ്റൂവിന് വേണ്ടിയിട്ട് മുളച്ച ഉരുളക്കിഴങ്ങ് പീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ഇടിയപ്പം കുഴയ്ക്കാനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്. അത് ഇടിയപ്പത്തിൻ്റെ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ചൂടോടെ എന്തായാലും കുഴച്ചെടുക്കാൻ പറ്റത്തില്ല. ഞാൻ സ്പൂൺ വെച്ചൊന്ന് ജസ്റ്റ് നൈഫ് വെച്ചൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം അത് അങ്ങനെ അങ്ങ് മാറ്റി വെച്ചു. ഇനി കറി വെച്ചിട്ട് ഞാൻ ആ മാവിലേക്ക് തൊടത്തുള്ളൂ കേട്ടോ. അപ്പോൾ കറക്റ്റ് തണുത്ത് നമുക്ക് കുഴയ്ക്കാൻ പാകത്തിനായിട്ട് ഇരിക്കും. ഇത് ജസ്റ്റ് ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കും. എങ്കിലും കൈ കൊണ്ട് നല്ല രീതിയിലൊന്നുകൂടെ മിക്സ് ചെയ്യണമെങ്കിൽ അത് തണുത്താലേ പറ്റത്തുള്ളൂ. അപ്പോൾ തണുക്കാൻ വേണ്ടിയിട്ട് അത് മാറ്റി വെച്ച ശേഷം ഇനി ഞാൻ കറി വെക്കാൻ പോവുകയാണ്. ഇടിയപ്പത്തിൻ്റെ കൂടെ എപ്പോഴും നല്ലൊരു കോമ്പിനേഷൻ സ്റ്റൂ തന്നെയാണ്. അപ്പവും ഇടിയപ്പവും ഒക്കെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റൂ തന്നെയാണ്. ഇതിപ്പോൾ പൊട്ടാറ്റോ വെച്ചിട്ടുള്ള സ്റ്റൂ ആണ്, വെജ് സ്റ്റൂ അല്ല കേട്ടോ. വെറുതെ പൊട്ടാറ്റോ വെച്ചിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് മഞ്ഞ കളർ സ്റ്റൂ ആണ് ഞാനിന്ന് വയ്ക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഒരു സ്റ്റൂ വയ്ക്കുന്നത്. എല്ലാവരും ഒക്കെ വയ്ക്കുമായിരിക്കും, അറിയത്തില്ല. ഞാൻ വയ്ക്കുന്നത് ജസ്റ്റ്
ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ചോളൂ. ബിഗിനേഴ്സ് അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകുന്നതെന്നുള്ളൂ. ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഇടിയപ്പത്തിൻ്റെ മാവ് ഇങ്ങനെ കുഴയ്ക്കാനായിട്ട് മാറ്റി വെച്ചു. ഞാൻ ഭയങ്കര ഭീകരമായിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് പീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വായൊക്കെ ഇരിക്കുന്നത് നോക്കി ജോലി ചെയ്യുമ്പോൾ എൻ്റെ മുഖത്തിൻ്റെ ഷേപ്പൊക്കെ അങ്ങ് മാറും കേട്ടോ. കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് ചിരിച്ചൊക്കെ വീഡിയോ ചെയ്തുകൂടെ എന്നുള്ളത്. ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടല്ല ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് വീഡിയോ ആക്കി എടുക്കുന്നു എന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ മുഖത്തെ റിയാക്ഷനില്ലേ അതിൽ വരത്തുള്ളൂ. ആർട്ടിഫിഷ്യലായിട്ടല്ല ഞാനൊന്നും ചെയ്യുന്ന കാര്യങ്ങൾ ഭയങ്കര ചിരിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് വേറെ കാര്യം. അങ്ങനെ 2 ഉരുളക്കിഴങ്ങും 2 കുഞ്ഞ് സവോളയായിട്ട് എടുത്തത്. ഉരുളക്കിഴങ്ങ് കൂടുതലും സവോള കുറച്ചും. അതാണ് എൻ്റെ ഒരു റേഷ്യോ എന്ന് പറയുന്നത് സ്റ്റൂ വയ്ക്കാനായിട്ട്. അങ്ങനെ 2 കുഞ്ഞ് സവോളയും ഉരുളക്കിഴങ്ങ് 2ഉം പീൽ ചെയ്തെടുത്തു. സവോള തോട് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു വിരലുറ എടുത്ത് കയ്യിലിട്ട് കേട്ടോ. ആ വിരലുറ ഇട്ടു എന്നുള്ളൊരു പേര് മാത്രമേ ഉള്ളൂ. അത് ഫുൾ കീറിയിരിക്കുകയാണ്. പുതിയ വിരലുറ നോക്കിയപ്പോൾ കണ്ടില്ല. സംഭവം ഉണ്ട്, അത് എവിടെയോ കിടക്കുന്നുണ്ട്. അതിന് തപ്പി പിടിച്ചെടുക്കണം. എനിക്ക് വിരലുറ ഇല്ലാണ്ട് ഒരു കൊച്ചുള്ളി പോലും തോട് പൊളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്കിൽ കൈ മുറിയും കേട്ടോ. അതങ്ങനെ പണ്ട് മുതലേ ഇട്ട് ശീലമായതുകൊണ്ട് എനിക്ക് വിരലുറ ഇല്ലാണ്ട് പറ്റത്തില്ല. വേദ എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കുഞ്ഞു മാങ്ങയൊക്കെ കൊണ്ടുവരുമ്പോൾ എടുത്ത് കട്ട് ചെയ്ത് ഉപ്പും മുളകൊക്കെ ഇട്ട് കഴിക്കും കേട്ടോ. അപ്പോൾ അവൾ വിരലുറ ഇല്ലാണ്ട് ചെയ്യും. പക്ഷേ എനിക്ക് വിരലുറ വേണം. സ്റ്റൂവിന് ഇനി ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി കൂടെ വേണം. അപ്പോൾ ഉരുളക്കിഴങ്ങും സവോളയും ഇഞ്ചിയും പച്ചമുളകും ഇട്ടാണ് സ്റ്റൂ വയ്ക്കുന്നത്. വേറെ ഒന്നും വേണ്ട. പിന്നെ മെയിനായിട്ട് തേങ്ങാപ്പാൽ വേണം കേട്ടോ. അതാണ് ഈ സ്റ്റൂ വയ്ക്കുമ്പോൾ ഒരു വലിയ ബുദ്ധിമുട്ട്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കുക്കറിൽ വെച്ച് വേവിച്ചാൽ മാത്രം മതി. വയ്ക്കാൻ എളുപ്പമാണ്. പക്ഷേ തേങ്ങാപ്പാൽ എടുക്കുന്ന കാര്യം ആലോചിക്കുമ്പോഴാണ് പാട് കേട്ടോ. എന്നിരുന്നാലും ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ ഈ സ്റ്റൂ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉള്ളൂ. എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് പറഞ്ഞതാണ്. എൻ്റെ ആ ഒരു ഇഷ്ടം തന്നെയാണ് എപ്പോഴും ഞാൻ വേദയ്ക്കും ഏട്ടനും അടിച്ചേൽപ്പിക്കുന്നത്. അവരത് കഴിച്ചോളും കേട്ടോ. പിന്നെ ഇഷ്ടമല്ലെങ്കിൽ പറയുമ്പോൾ ഞാനൊന്ന് മാറ്റി പിടിക്കും. എനിക്ക് തോന്നുന്നത് സ്റ്റൂ തന്നെയാണ് ഏറ്റവും നല്ലതെന്ന്. കാരണം ഈ ഉള്ളിക്കറിയും മുട്ടക്കറിയൊക്കെ കാട്ടിയിട്ടും ഇടിയപ്പം ഇങ്ങനെ തേങ്ങാപ്പാലുള്ള സ്റ്റൂവിൽ മുക്കി കഴിക്കുന്നത് അതൊരു ടേസ്റ്റാണ്. ഇതിപ്പോൾ സ്റ്റൂ മാത്രമേ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. ഇടിയപ്പം ഉണ്ടാകത്തില്ല കേട്ടോ. പകരം വേറെ എന്തെങ്കിലും മുക്കി കഴിക്കേണ്ടി വരും. ഇടിയപ്പം മുക്കി കഴിക്കാൻ ഇടിയപ്പം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഇടിയപ്പത്തിൻ്റെ മാവില്ലാതെ ഇപ്പോൾ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ നിങ്ങൾക്കും പറ്റാറുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. സാധനം ഉണ്ടെന്ന് പറഞ്ഞ് ചെന്ന് സമയത്ത് അരിച്ച് പെറുക്കുമ്പോഴായിരിക്കും സാധനമില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്റ്റൂവിലിടാനായിട്ട് ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ. വേദയ്ക്ക് കഴിക്കുന്നത് കൊണ്ട് മുളക് എരിവ് കൂടുതൽ വേണ്ട എന്ന് കരുതിയിട്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളേ. ഇനി അതിനെല്ലാം കട്ട് ചെയ്ത് പീസാക്കുക. ശേഷം നമുക്ക് ലാസ്റ്റ് നമ്മുടെ തേങ്ങാപ്പാൽ എടുക്കാമെന്ന് കരുതി ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ച ശേഷം ഞാനിതിനെ അടുപ്പത്ത് കയറ്റത്തുള്ളൂ കേട്ടോ. തേങ്ങാപ്പാലും എടുത്ത ശേഷം അടുപ്പത്ത് കയറ്റത്തുള്ളൂ. അല്ലെങ്കിൽ രണ്ടും കൂടെയൊക്കെ ആവുമ്പോൾ എല്ലാം കൂടെ ആകെ ചളകുളം ആവും. ഒന്നും ആവാതെയാവും. ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഒന്നും ഇടത്തില്ല കേട്ടോ. ഇഞ്ചി മാത്രമേ ഇടത്തുള്ളൂ. അതും കുറച്ച് ഒരുപാട് കൂടുതലിടണ്ട. കുറച്ച് മാത്രം ഇട്ടാൽ മതി. എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കുറച്ചുമല്ല, ഒരു അതിൻ്റെ കണക്കിന് മനസ്സിലായല്ലോ. അങ്ങനെ ഇഞ്ചി ചതച്ചങ്ങോട്ടേക്ക് മാറ്റി വെച്ച ശേഷം പൊട്ടാറ്റോയും സവോളയും കൂടി ക്യൂബായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. സാധാരണഗതിയിൽ ഞാൻ കുറച്ച് വലിയ പീസസ് ആയിട്ട് 4ആയിട്ട് അങ്ങ് മുറിച്ചിടും. ഇന്നിപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കുറച്ച് ഭംഗിക്കിരിക്കട്ടെ എന്ന് തെറ്റി ചെറുതായിട്ട് ക്യൂബാക്കി എടുക്കുകയാണ്. ഇപ്പോൾ ഇങ്ങനെ മുഴുവനെ കിടന്നാൽ കഴിക്കുന്നവരുണ്ടെങ്കിൽ ചെറിയ കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്ത് ക്യൂബായിട്ട് ഇട്ടാൽ മതി. ഇവിടെ വേദയ്ക്ക് വരണമൊന്നും ഇങ്ങനെ മുഴുവനെ കിടന്നാൽ കഴിക്കത്തില്ല. അതിന് നന്നായിട്ട് ഉടച്ച് കൊടുക്കുകയാണെങ്കിൽ എൻ്റെ കൂട്ടത്താണെങ്കിൽ അറിയത്തില്ല, അങ്ങ് കഴിച്ചോളും. അല്ലാതെ പീസായിട്ട് കിടക്കുകയാണെങ്കിൽ എല്ലാം എടുത്ത് ദൂരത്ത് കളയും കേട്ടോ. അത് ഞാനും അങ്ങനെ തന്നെയാണ്. പൊട്ടാറ്റോയുടെ പീസൊക്കെ കിടക്കുകയാണെങ്കിൽ മാറ്റിയിട്ടേ കഴിക്കത്തുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അത് നന്നായിട്ട് ഇങ്ങനെ അതിൻ്റെ കൂടെ ചേർന്ന് കിടക്കും, അറിയത്തില്ല. അത് ഉള്ളിലേക്ക് പോയതും ആവും. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഉടച്ചെടുക്കാറുള്ളൂ. അതുകൊണ്ട് കുറച്ച് വലുതായിട്ട് ഇട്ടാലും പെട്ടെന്ന് വെന്തിട്ട് തവി കൊണ്ടിങ്ങനെ സ്മാഷ് ചെയ്യുമ്പോൾ അങ്ങ് ഉടങ്ങി വരും. അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് ചെറുതായിട്ട് മുറിച്ചെടുത്തു. മറ്റേതാകുമ്പോൾ 4 പീസേ ഉണ്ടാവുള്ളൂ. പെട്ടെന്ന് അങ്ങ് ഉടച്ചെടുക്കുക. ഇത് ഈ കുഞ്ഞു പീസിനെല്ലാം തപ്പി പിടിച്ചെടുത്ത് ഉടയ്ക്കാനും പാടാണ്, ബുദ്ധിമുട്ടാണ്. ഇന്നിങ്ങനെ കട്ട് ചെയ്തെടുത്തു. സവോള അതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ ക്യാരറ്റ് ഉണ്ടെങ്കിൽ ഇടാം കേട്ടോ. അത് ഈ വെജ് സ്റ്റൂവിലൊക്കെ ഇടുന്നതാണ് നല്ലത്. ഇത് വെറും പൊട്ടാറ്റോ സ്റ്റൂ ആയതുകൊണ്ട് പൊട്ടാറ്റോയും സവോളയും ഒറ്റൊരു പച്ചമുളകും കുറച്ച് ഇഞ്ചിയും മാത്രം മതിയേ. അപ്പോഴേക്കും ഏട്ടൻ ചായ ഇടാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ചായ ഇടാൻ പോവുകയാണ്. ഫ്രിഡ്ജിൽ നിന്ന് പാലെല്ലാം എടുത്തല്ലേ ചായ ഇടുന്നത്. അതിൻ്റെ അടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ അങ്ങ് പറഞ്ഞേ ഉള്ളൂ കേട്ടോ. പാലൊക്കെ എടുത്തു. ഒരു ഗ്ലാസ് ചായ ഏട്ടന് മാത്രം മതി. വേദ രാവിലെ ചായ കുടിക്കത്തില്ല, ഞാൻ രാവിലെ ചായ കുടിക്കത്തില്ല. അഥവാ ചായ കുടിക്കുന്നുണ്ടെങ്കിൽ വൈകുന്നേരം മാത്രമായിരിക്കും ഞാനും വേദയൊക്കെ ചായ കുടിക്കുന്നത്. രാവിലെ എന്തായാലും ചായ കുടിക്കത്തില്ല. പാലെല്ലാം വാങ്ങി തണുപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഞാൻ എപ്പോഴും തിളപ്പിച്ച് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാറുള്ളൂ. ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ ഏട്ടൻ ഇങ്ങനെ ഓടി കളിക്കുന്നുണ്ട്.
ചോദിക്കുന്നുണ്ട് കേട്ടോ. ഏട്ടനാണെങ്കിൽ ഇങ്ങനെ കിച്ചണിലേക്ക് വരുമ്പോൾ ഞാൻ പേടിച്ചിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കാണോ ചോദിക്കുക. അതെന്ന് പറയുകയാണെങ്കിൽ തിരിച്ച് ഓടിക്കളയും കേട്ടോ. അതുകൊണ്ട് അങ്ങനെ ബാക്ക്ഗ്രൗണ്ടിലൂടെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞൊക്കെ നടക്കുകയാണ്. അങ്ങനെ ചായയിലേക്ക് ചായപ്പൊടിയെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ വാങ്ങിയ ചായപ്പൊടിക്ക് ഒട്ടും കടുപ്പമല്ല കേട്ടോ. നമ്മൾ സ്മാർട്ട് ബസാറിൽ നിന്നാണ് ഇപ്പോൾ വാങ്ങിയത്. ഞാൻ വാങ്ങിക്കൊണ്ട് നിന്നപ്പോൾ പുതിയ ചായപ്പൊടിയാണ്, നല്ലതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നമ്മുടെ തലയിൽ കെട്ടിവെച്ചു കേട്ടോ. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ആ സത്യം മനസ്സിലാക്കുന്നത്. കടുപ്പമില്ല, രുചിയില്ല, ഒന്നുമില്ലാത്തൊരു ചായപ്പൊടി. ഇനി അത് തീർക്കുന്നത് വരെ അത് തന്നെ ആയിരിക്കും നമ്മുടെ തേയിലപ്പൊടി എന്ന് പറയുന്നത്. അതുകൊണ്ട് അതൊരു 2 സ്പൂണൊക്കെ ഇട്ടാൽ ഒരു ഗ്ലാസ് ചായക്ക് നല്ല കടുപ്പം കിട്ടത്തുള്ളൂ കേട്ടോ. നല്ലല്ല, അത്യാവശ്യം ചെറിയ കടുപ്പം കിട്ടത്തുള്ളൂ. അങ്ങനെ 2 സ്പൂൺ തേയിലപ്പൊടിയെല്ലാം ഇട്ട ശേഷം ചായ അടുപ്പത്ത് വെച്ചിട്ട് തേങ്ങാപ്പാലിനായിട്ടുള്ള തേങ്ങ പൊട്ടിക്കുകയാണ്. വേദയ്ക്ക് പിന്നെ ഇന്ന് ചോറൊന്നും കൊണ്ടുപോകാത്തതുകൊണ്ട് ഒരു സമാധാനമുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ. ഇടിയപ്പം പിന്നെ ഒന്ന് അതിനെ സെറ്റാക്കി അടുപ്പത്ത് വയ്ക്കുന്ന പാടേ ഉള്ളൂ. കറിയും പെട്ടെന്നാവും. തേങ്ങാപ്പാലെടുക്കുന്ന ഒരു ജോലി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ റിലാക്സ് ചെയ്ത് വീഡിയോ ഒക്കെ എടുത്ത് നിൽക്കുക കേട്ടോ. അങ്ങനെ തേങ്ങയെ പൊട്ടിച്ചു. എല്ലാ പ്രാവശ്യം കള്ളിക്കാട് നിന്നാണ് കൊണ്ടുവരുന്നത്. ഇപ്പോൾ കള്ളിക്കാട് നിന്ന് കൊണ്ടുവരാൻ പറ്റിയില്ല. അങ്ങനെ പുറത്തുനിന്ന് വാങ്ങിയ തേങ്ങ കേട്ടോ. ഇന്നലെ ഒരെണ്ണം പൊട്ടിച്ചപ്പോഴേക്കും അത് കരിക്ക് കണക്കിരിപ്പുണ്ടായിരുന്നു. ഇന്നിപ്പോൾ പൊട്ടിച്ചപ്പോൾ വലിയ കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ചായ തിളച്ചു. അതിന് ഞാൻ സിമ്മിലിട്ടിട്ട് തേങ്ങ ചിരണ്ടാനായിട്ട് പോവുകയാണ്. ഈ ചായ കുറച്ച് സമയം ഇങ്ങനെ കിടന്നൊന്ന് തിളച്ചൂറി വന്നാലേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ തേങ്ങ ചിരണ്ടിയിട്ട് വരുമ്പോഴേക്കും അന്ന് തിളച്ചൂറി സെറ്റായി ചായ നല്ല ചായയായിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ തേങ്ങ ചിരണ്ടി എടുക്കുകയാണ്. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ഇന്നലത്തെ തേങ്ങ കരിക്കണക്കിരുന്നു. അപ്പോൾ ഞാൻ ഇന്നത്തെ തേങ്ങ അങ്ങനെ ഇരിക്കുമെന്ന് കരുതി. പക്ഷേ ഇന്നത്തെ തേങ്ങ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. കളിക്കാട് നിന്നൊക്കെ വലിയ തേങ്ങ കൊണ്ടുവരുന്നു. ഒരു തേങ്ങ ചിരണ്ടിയാൽ 1 മാസം വരെയൊക്കെ നിൽക്കും കേട്ടോ. ഒരു മാസമില്ല, അത്രയും തള്ളുന്നില്ല, എങ്കിലും കുറച്ച് നാൾ നിൽക്കും. നല്ല വലിയ തേങ്ങയാണ്. ഇതൊക്കെ കുഞ്ഞു തേങ്ങ കേട്ടോ. പക്ഷെ അവിടുത്തെ തേങ്ങ എന്തോ കള്ളിക്കാട് വലിയ തേങ്ങയാണ്. ഇപ്പോൾ അവിടെ തേങ്ങ നിലവിൽ വളരെ കുറവാണ്. റബ്ബറൊക്കെ വന്നപ്പോൾ ഈ തെങ്ങെല്ലാം നശിച്ചു തുടങ്ങി. ഇപ്പോൾ തേങ്ങയൊക്കെ കുറവായതുകൊണ്ട് അങ്ങനെ അധികം തേങ്ങ ഞാനിപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവരാറില്ല. അങ്ങനെ ഞാൻ തേങ്ങയെല്ലാം ചിരണ്ടിയിട്ട് വന്നപ്പോഴേക്കും നമ്മുടെ ചായ തിളച്ച് ഊറി നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. ഒന്നുകൂടെ നല്ല രീതിയിൽ സിമ്മിലിട്ടിരുന്ന അതിനെ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ഒന്നുകൂടെ നന്നായിട്ട് തിളപ്പിച്ച ശേഷം ചായ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിച്ചെടുക്കുകയാണ്. നന്നായിട്ട് എത്രത്തോളം ഹൈറ്റിൽ ഇങ്ങനെ ഒഴിച്ചെടുക്കാവോ അത്രത്തോളം ചായക്ക് ടേസ്റ്റ് കൂടുന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ പക്ഷേ ഇങ്ങനെ ഇത്ര ഹൈറ്റിൽ ഒഴിച്ചിട്ടുള്ള ടേസ്റ്റ് മതി എന്നുള്ള രീതിയിൽ അങ്ങനെ ഒഴിച്ചെടുത്ത് അരിച്ച് ഏട്ടന് കൊടുക്കുകയാണേ. സത്യം പറഞ്ഞാൽ ഇന്നലെ ഭയങ്കര മടിയായിട്ടിരുന്നിട്ട് വീഡിയോ ഒന്നും ഇന്ന് ഇടാനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം. എന്നും നമ്മൾ രാവിലത്തെ വീഡിയോ അങ്ങനെ അധികം കാണിക്കാറില്ലല്ലോ. എന്നും വേദ പോയിട്ട് ശേഷമല്ലേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ കരുതി എന്തായാലും വേദ പോകുന്നതിന് മുന്നേ ഉള്ള വീഡിയോ എടുക്കാം. കാരണം ലഞ്ചൊന്നും വേദയ്ക്ക് കൊണ്ടുപോകണ്ട, ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് ലഞ്ചായിട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ കുറച്ച് സമയമെല്ലാം ഉണ്ട്, പതിയെ എടുക്കാം എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ വീഡിയോ. രാവിലത്തെ മോർണിംഗ് റൊട്ടീൻ, സ്കൂളുള്ള ദിവസത്തെ മോർണിംഗ് റൊട്ടീനായിട്ടുള്ളത് കാണിക്കാമെന്ന് കരുതി അങ്ങനെ എടുത്തത് കേട്ടോ. എടുത്ത് വന്നപ്പോൾ നല്ല ലെങ്ത്തും ഉണ്ട്. ഇപ്പോഴാണ് ഞാൻ എൻ്റെ ബ്ലാക്ക് കോഫി കുടിക്കുന്നത്. ഇപ്പോഴാണ് തണുത്ത് വന്നത് കേട്ടോ. കപ്പിൽ ഒഴിച്ച് വെച്ചിരുന്നത് കൊണ്ട് പെട്ടെന്ന് തണുത്തിട്ടുണ്ടായിരുന്നില്ല. പതിയെ കുടിക്കാൻ പാകത്തിന് തണുത്ത് വന്നത് എപ്പോഴാണ്. അങ്ങനെ ഞാൻ എൻ്റെ ബ്ലാക്ക് കോഫി കുടിക്കുകയാണ്. ശേഷം നമ്മുടെ ഏട്ടന് ചായ എല്ലാം ഇട്ട് കൊടുത്തു. ഏട്ടൻ്റെ കയ്യിൽ കൊണ്ട് പിടിപ്പിച്ച ശേഷം ഞാൻ നമ്മുടെ തേങ്ങാപ്പാൽ എടുക്കുകയാണ്. ഏട്ടൻ അവിടെ നിന്ന് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. അതിനുള്ള മറുപടി ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നിന്നപ്പോഴാണ് നമ്മുടെ സാദാ പാല്, പശുവിൻ പാല് കൊണ്ടുവന്നു എന്ന് ഏട്ടൻ പറഞ്ഞു. അത് ഞാൻ തിളപ്പിച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാറുള്ളൂ. അപ്പോൾ അവിടെ അങ്ങനെ ഇരുന്നാൽ ചീത്തയായി പോകും. അതുകൊണ്ട് കൊണ്ടുവന്ന പാടെ പാലിനെ ഞാൻ തിളപ്പിച്ച് വെക്കുകയാണ്. പിന്നീട് ചിലപ്പോൾ മറന്നു പോകും കേട്ടോ. അതുകൊണ്ട് എപ്പോഴും കൊണ്ടുവന്നാൽ അപ്പം തന്നെ തിളപ്പിച്ചങ്ങ് വയ്ക്കും. ചിലപ്പോൾ അടുപ്പൊഴിവല്ലെങ്കിൽ മാത്രം, സ്റ്റൗ ഒന്നും ഒഴിവില്ലെങ്കിൽ മാത്രമാണ് മാറ്റി വെച്ചിട്ട് പിന്നീട് തിളപ്പിക്കാറ്. അല്ലെങ്കിൽ അപ്പോൾ തന്നെ ഞാനത് തിളപ്പിച്ചങ്ങനെ മാറ്റി വയ്ക്കും കേട്ടോ. പാലൊഴിച്ച് തേങ്ങാപ്പാൽ എടുക്കാൻ പോയപ്പോഴേ വീണ്ടും ചായ ഇടാൻ വിളിച്ചു. പാല് വന്നു. അപ്പോൾ ഇപ്പോൾ എന്തായാലും തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളൂ, ബാക്കി കാര്യം. അങ്ങനെ കുറച്ച് അത്രയും ഉരുളക്കിഴങ്ങിനും സവോളയ്ക്കും വേണ്ടിയിട്ടുള്ള തേങ്ങാപ്പാൽ ഞാൻ എടുക്കുകയാണ്. നമ്മുടെ പ്രീതി സോഡിയാക്കിൽ വെച്ച് അത്ര നല്ല മിക്സിയാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷെ അരിയാനും കട്ട് ചെയ്യാനും ഒക്കെ നല്ല മിക്സിയാണ്. അരയാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു മിക്സിയായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമ്മുടെ പ്രീതി സോഡിയാക്ക്. അങ്ങനെ തേങ്ങാപ്പാലിനെല്ലാം അരച്ചെടുത്ത ശേഷം അതിനെ അരിച്ചൊഴിക്കുകയാണ്. 1-ാം പാലും 2-ാം പാലും വേണം കേട്ടോ. 2-ാം പാലിൽ വേവിച്ച ശേഷമാണ് ഞാൻ 1-ാം പാല് ഒഴിച്ചെടുക്കുന്നത്. എല്ലാവരും അങ്ങനെ ആയിരിക്കും, ഞാനും അങ്ങനെ തന്നെയാണ്. അല്ലാത്തവരോട് ഒന്ന് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ തേങ്ങാപ്പാൽ എടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് ടേസ്റ്റ് ആയിട്ടിരിക്കണമെങ്കിൽ 2-ാം പാലിൽ എടുത്താലല്ലേ കൊള്ളാവൂ. അതുകൊണ്ട് 1-ാം പാൽ എടുത്ത ശേഷം കുറച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ട് 2-ാം പാൽ കൂടി എടുക്കുന്നത്. തേങ്ങ ചിരണ്ടുക, തേങ്ങാപ്പാൽ എടുക്കുക, പാത്രം കഴുകുക, അടിച്ചു വാരുക, തറ തുടയ്ക്കുക, ഇതൊക്കെയാണ് എൻ്റെ ജോലികളിൽ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത് കേട്ടോ. തേങ്ങ ചിരണ്ടുക വലിയ പാടാണ്. വേറെ ഒരു ജോലി ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. എല്ലാ ജോലിയുടെ ഇടയ്ക്ക് ഇക്കാര്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടാണ്.
തേങ്ങാപ്പാലും പായസത്തിനൊക്കെ ആയാലും തേങ്ങാപ്പാലൊക്കെ എടുക്കുന്നത് എന്തോരം ബുദ്ധിമുട്ടാണെന്നറിയാം. അതൊക്കെ എടുക്കുന്ന കാര്യം ആലോചിക്കുമ്പോൾ ഇതൊന്നും കഴിക്കണ്ടെന്ന് തോന്നും കേട്ടോ. പിന്നെ ചില സമയങ്ങളിൽ നമുക്കത് എടുത്തല്ലേ പറ്റത്തുള്ളൂ, അതുകൊണ്ട് പിന്നെ എടുക്കുന്നതാണ്. തേങ്ങ കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല പാലെല്ലാം ഉണ്ടായിരുന്നു. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടാട്ടോ ഞാൻ തേങ്ങാപ്പാൽ എടുത്തത്. അങ്ങനെ കുറച്ച് കട്ടിക്കുള്ള തേങ്ങാപ്പാൽ കിട്ടിയിട്ടുണ്ട്. അതിനെ വേറൊരു കപ്പിലേക്ക് മാറ്റിയിട്ട് വീണ്ടും ഞാൻ രണ്ടാം പാൽ എടുക്കുകയാണ്. രണ്ടാം പാൽ കുറച്ച് എടുക്കുന്നുള്ളൂ. ആ ഉരുളക്കിഴങ്ങും സവോളയും വേവാനുള്ള പാൽ മാത്രം മതി. അത് കഴിഞ്ഞിട്ട് ഒന്നാം പാലോട് ഒഴിക്കുമ്പോഴേ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര വെള്ളമായി പോവും. ജസ്റ്റ് ഉരുളക്കിഴങ്ങൊക്കെ വേവാൻ കണക്കാക്കിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് തേങ്ങാപ്പാൽ രണ്ടാം പാൽ എടുക്കുകയാണ്. അപ്പോൾ കറക്റ്റ് കുറച്ച് ഒന്നാം പാലും കുറച്ച് രണ്ടാം പാലും കൂടി ആകുമ്പോൾ കറക്റ്റ് ഇതാവും. നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ വെള്ളം വറ്റത്തില്ല കേട്ടോ. കുക്കറിലിട്ട് വേവിക്കുമ്പോൾ ഈ രണ്ടാം പാലൊഴിച്ച് വേവിക്കുമ്പോൾ അതും ഒരുപാട് വറ്റി പോകത്തില്ല, അങ്ങനെ തന്നെ കിടക്കും. അതുകൊണ്ട് അതനുസരിച്ചിട്ടുള്ള പാല് നമ്മൾ എടുത്താൽ മതി. അത് പെട്ടെന്ന് തന്നെ ഞാൻ എടുത്തു കഴിഞ്ഞു. അങ്ങനെ തേങ്ങാപ്പാൽ എടുത്തിട്ടാണ് നോക്കിയപ്പോഴാണ് ഞാൻ ഓർമ്മിച്ചത്, അയ്യോ പാലെടുപ്പത്ത് വെച്ചിരിക്കുകയല്ലോ എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ പാല് തിളച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. മിക്കവാറും പറ്റുന്ന കാര്യമാണ് പാല് തിളച്ച് പൊങ്ങി കളയുക എന്നുള്ള ചടങ്ങ്. ഞാൻ എപ്പോഴും കൂടെ നിൽക്കാറുണ്ട്. പിന്നെ ഇന്ന് വീഡിയോ ഒക്കെ എടുത്ത് നിൽക്കുന്നത് കൊണ്ട് പാലിപ്പോൾ കളയുമെന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ അടുപ്പത്ത് നിന്ന് പാലിനെ എടുത്ത് അപ്പുറത്തെ അടുപ്പത്തേക്ക് വെച്ചു. ഈ അടുപ്പത്തിലാണ് കേട്ടോ നല്ല തീയുള്ളത്. അപ്പോൾ നമ്മുടെ ജോലി നടക്കണമെങ്കിൽ ഈ വലിയ അടുപ്പ് കിട്ടിയാലേ കാര്യമുള്ളൂ. അതുകൊണ്ട് ആ പാലിനെ തിളയ്ക്കാത്തത് കൊണ്ട് പാലിനെ എടുത്ത് കുഞ്ഞടുപ്പത്ത് തിളപ്പിക്കാനായിട്ട് വെച്ച ശേഷം വലിയ അടുപ്പ് ഞാനിങ്ങ് വാങ്ങി. അതിലേക്ക് കുക്കർ വെച്ചു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, നമ്മുടെ ഇഞ്ചി കുറച്ചങ്ങ് ഇട്ട് കൊടുത്തു കേട്ടോ. വേറെ വേണമെങ്കിൽ കറിവേപ്പില ഇടാം. ചിലപ്പോൾ കടുകൊക്കെ പൊട്ടിക്കാറുണ്ട്, വറ്റൽമുളക് ഇടാറുണ്ട്. ഞാനിതൊന്നും ഇടത്തില്ല. കറിവേപ്പില ഇട്ടാൽ നല്ലതാട്ടോ. ഇനി കറിവേപ്പില പോയി എടുത്ത് വന്ന് ഇട്ട് അത് ബുദ്ധിമുട്ടായതുകൊണ്ട് കറിവേപ്പില ഒന്നും ഇടുന്നില്ല. ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് നമ്മുടെ പൊട്ടാറ്റോയും സവോളയൊക്കെ അതിലേക്ക് തട്ടിയപ്പോഴേക്കും എന്തേ നമ്മുടെ പാല് തിളച്ചു. പാല് തിളച്ചപ്പോൾ പാൽ ഓഫ് ചെയ്ത ശേഷമാണ് ഞാൻ ഉപ്പിടാനായിട്ട് പോയത്. അപ്പോൾ സവോളയും ഉരുളക്കിഴങ്ങും ഒക്കെ ഇട്ടിട്ട് നേരെ ഉപ്പിട്ട ശേഷം ഞാൻ പാൽ ഓഫ് ചെയ്യാൻ വന്നിരുന്നുവെങ്കിൽ പാല് തിളച്ച് കളഞ്ഞാൻ. അപ്പോൾ ബുദ്ധി വേണം മക്കളെ, പാലിൻ്റെ കൂടെ നമ്മൾ നിൽക്കുക. പാല് തിളച്ച് കളയുന്നതിന് മുന്നേ പാലിനെ ഓഫ് ചെയ്ത ശേഷമാണ് ഞാൻ ഉപ്പിട്ടത് കേട്ടോ. മിക്കവാറും അബദ്ധങ്ങൾ പറ്റാറുള്ളത് കൊണ്ട് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും പഠിച്ചു വന്നു. അതുകൊണ്ട് ഇപ്പോൾ വലിയ രീതിയിൽ പാലങ്ങനെ തിളച്ച് കളയാറില്ല, അതിൻ്റെ കൂടെ തന്നെ ഞാൻ നിൽക്കാറുണ്ട് കേട്ടോ. ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു, ഇഞ്ചി ഇട്ടു, ഉരുളക്കിഴങ്ങ് ഇട്ടു, സവോള ഇട്ടു, പച്ചമുളക് ഇട്ടു. ഇതെല്ലാം കൂടി നന്നായിട്ട് എണ്ണയിലൊന്ന് വഴറ്റിയെടുത്ത ശേഷം കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. വേറെ ഒന്നുമില്ല, മഞ്ഞപ്പൊടി മാത്രം. മഞ്ഞപ്പൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. മഞ്ഞപ്പൊടി ഇടുമ്പോൾ ഒരു മഞ്ഞ കളറിൽ നല്ല രസം ഉണ്ടാവും കാണാനായിട്ട്. അതുകൊണ്ടാണ് മഞ്ഞപ്പൊടി ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയ ശേഷം രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുക, മൂടി വയ്ക്കുക. അത്രയേ ഉള്ളൂ, വേറെ ഒരു പരിപാടിയില്ല. ജസ്റ്റ് ഒന്ന് വഴണ്ടാൽ മാത്രം മതി കേട്ടോ. ആ പൊട്ടാറ്റോയും സവോളയൊക്കെ ഒന്ന് എണ്ണയിൽ കിടന്ന് ഒന്ന് വഴണ്ടു എന്നുള്ളൊരിത് വന്ന ശേഷം കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് രണ്ടാം പാൽ ഒഴിച്ച് മൂടി വയ്ക്കുക. ഒരു 2 വിസിൽ കേൾക്കുമ്പോഴേക്കും നമ്മുടെ സ്റ്റൂ റെഡിയാണ്. അതിന് വേണമെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഇട്ടിട്ട് ഒന്നാം പാലോട് ഒഴിച്ചാൽ സ്റ്റൂ റെഡി കേട്ടോ. അപ്പോൾ സ്റ്റൂവിനടുപ്പത്ത് വെച്ച ശേഷം ഇനി നമുക്ക് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ പിറകെ പോയാലോ. ഇടിയപ്പം നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ്. ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. തണുത്ത ശേഷം കൈകൊണ്ട് നന്നായിട്ട്, ഇപ്പം നമ്മുടെ കറി അടുപ്പത്ത് കയറിയപ്പോഴേക്കും നമ്മുടെ മാവ് നല്ല രീതിയിൽ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് കൈകൊണ്ട് ഇങ്ങനെ കുഴച്ചെടുക്കാം. ഇതൊക്കെയാണ് എൻ്റെ പരിപാടികൾ കേട്ടോ. ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ടേസ്റ്റിനൊന്നും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ. അങ്ങനെ മാവും ഞാനും കൂടി നല്ല രീതിയിലൊരു മൽപ്പിടുത്തം എല്ലാം പിടിച്ച ശേഷം മാവിനെ കറക്റ്റ് രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ചിലർ ഇതിൽ എണ്ണയൊക്കെ ഒഴിച്ചെടുക്കാറുണ്ട്. എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ഇടിയപ്പത്തിൻ്റെ മാവ് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് നല്ല സ്മൂത്തായിട്ട് കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനിതുവരെ അത് പരീക്ഷിച്ച് നോക്കിയിട്ടില്ല കേട്ടോ. അങ്ങനെ മാവിന് നന്നായിട്ട് കുഴച്ചുകൊണ്ട് നിന്നപ്പോഴേക്കും നമ്മുടെ കറി 2 വിസിൽ കേട്ടു. ഞാൻ ഓഫ് ചെയ്തു. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല, ഞാൻ മാവുമായിട്ടുള്ള മൽപ്പിടുത്തത്തിലായതുകൊണ്ട് അതിന് മുന്നേ ഓഫ് ചെയ്തു. അങ്ങനെ നമ്മുടെ സ്റ്റൂ അടുപ്പത്തിരുന്ന എയർ പോകുന്നത് വരെ അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അതിന് അടുപ്പത്ത് അങ്ങനെ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇടിയപ്പം പുഴുങ്ങാനായിട്ടുള്ള പാത്രം എടുത്തു, അതിൽ വെള്ളം നിറച്ചു, അടുപ്പത്ത് വെച്ചു. ഇനി ഇടിയപ്പത്തിൻ്റെ തട്ടിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ശേഷം തട്ടിലെല്ലാം നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോഴേ നമ്മുടെ ഇടിയപ്പം പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് തിരിച്ച് തട്ടാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇഡ്ഡലി ആണെങ്കിൽ അങ്ങനെ തട്ടാൻ പറ്റില്ല, പക്ഷേ ഇടിയപ്പം ആണെങ്കിൽ എണ്ണ ഒന്ന് തടവി കൊടുത്താൽ വെന്ത ശേഷം ഇങ്ങനെ പാത്രത്തിലേക്ക് ഒറ്റൊരു തട്ട് തട്ടിയാൽ അങ്ങനെ ഇളവി വരും കേട്ടോ. ഇതൊക്കെ ഞാൻ ബിഗിനേഴ്സിന് വേണ്ടി പറഞ്ഞു തരുന്നതാണ്. ഇതൊക്കെ എക്സ്പേർട്ടായിട്ടുള്ള കുറേ സുഹൃത്തുക്കൾ നമ്മുടെ കൂട്ടത്തുണ്ടാവും. അവർക്കിതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. അവർ എനിക്ക് ഇങ്ങോട്ട് ക്ലാസ് തരും. അത് നല്ല കാര്യമാണ്. നമുക്കറിയാത്ത കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നും. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യം ഞാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. അപ്പോൾ ഞാൻ പറയില്ലേ, ബിഗിനേഴ്സ് ഇതുണ്ടാക്കാൻ അറിഞ്ഞുകൂടാത്തവർ ചിലപ്പോഴൊക്കെ ഞാനൊക്കെ ആദ്യം ഇങ്ങനെയാണോ, നമ്മൾ ഓരോരുത്തരോട് ചോദിച്ചല്ലേ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചോദിച്ച് പഠിക്കുന്ന രീതിയിൽ ഞാനൊരു ടീച്ചറായിട്ട് അവർക്ക് നിന്ന് പറഞ്ഞു കൊടുക്കാം കേട്ടോ ഓരോ കാര്യങ്ങൾ.
അങ്ങനെ ഇടിയപ്പത്തിൻ്റെ മാവ് നമ്മുടെ സേവനാഴിയിലേക്ക് വെച്ചു. ആ ഇടിയപ്പത്തിൻ്റെ സേവനാഴിക്കകത്ത് എണ്ണ തേച്ചാലും എണ്ണ തടവിയാൽ നല്ല സോഫ്റ്റായിട്ട് സ്മൂത്തായിട്ട് വരും എന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ ആ പരീക്ഷണങ്ങളൊന്നും ചെയ്തിട്ടില്ല. എണ്ണ തൊട്ടാൽ പിന്നെ ഇത് കറക്കിയെടുക്കാൻ പറ്റത്തില്ല കേട്ടോ. കയ്യിലൊക്കെ ഫുൾ എണ്ണയായാലും ഇത് കറക്കിയെടുക്കുന്ന കാര്യം നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ സ്ലിപ്പായി പോകും. അതുകൊണ്ട് ഞാൻ ഈ പരീക്ഷണങ്ങൾക്കൊന്നും പോയിട്ടില്ല. ചിലപ്പോൾ ഓക്കെ ആയിരിക്കും, നല്ലതായിരിക്കും, അറിയത്തില്ല. അങ്ങനെ ദേ നമ്മുടെ ഇടിയപ്പം ഇങ്ങനെ പിഴിഞ്ഞതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. എനിക്കിഷ്ടം ആണ്, ഇടിയപ്പം ഇഷ്ടമാണ്. വേദയ്ക്കും അത്ര താല്പര്യമില്ല, ഏട്ടനും അത്ര താല്പര്യമില്ല. എനിക്കും ഇഷ്ടമാണ്. ഈ സ്റ്റൂവിനോടൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് നല്ലതാണ്. എന്നും ഇഡ്ഡലി, ദോശ, പുട്ട് എങ്ങനെയാണ് കഴിക്കുന്നത്? വല്ലപ്പോഴൊക്കെ ഒരു ചേഞ്ച് വേണ്ടേ? എൻ്റെ അമ്മ, നോർത്ത് ഇന്ത്യക്കാരൊക്കെ സമ്മതിക്കണം കേട്ടോ. ഒരു ബ്രേക്ക്ഫാസ്റ്റും ഇല്ല, ഒന്നുമില്ല. നമുക്ക് എന്തോരം വെറൈറ്റീസ് ഓഫ് ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ. ഇഡ്ഡലിയുണ്ട്, ദോശയുണ്ട്, പുട്ടുണ്ട്, ഉപ്പുണ്ട്, ഇടിയപ്പം ഉണ്ട്. അങ്ങനെ എന്തോരം വെറൈറ്റീസാണ്. അയ്യോ, അവർക്കൊക്കെ ആകെ ഒരു കച്ചോടിയും ഒരു റൊട്ടിയും ഇതിൽ കൂടുതലൊന്നുമില്ല കേട്ടോ. ആലോചിക്കുമ്പോൾ തന്നെ ഒരുമാതിരി വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഇടിയപ്പത്തിനെ ഇങ്ങനെ പിഴിഞ്ഞൊഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ദോശ കൂടെ ചുട്ടാലേ പറ്റത്തുള്ളൂ. ഇടിയപ്പത്തിൽ നിൽക്കത്തില്ല. മാവ് വളരെ കുറവായിരുന്നു. ഇനി ഇടിയപ്പത്തിൻ്റെ മാവ് പൊടിക്കാനായിട്ടിടണം. വെറും പച്ചരി മാത്രം ഇട്ടാണ് ഞങ്ങൾ മില്ലിൽ കൊടുക്കും. അപ്പോൾ അവരോട് ഇടിയപ്പത്തിനെന്ന് പറയുമ്പോൾ അങ്ങനെ അവർ പൊടിച്ചു തരും കേട്ടോ. അങ്ങനെ ഒരു സെറ്റിൽ 4 ഇടിയപ്പമാണ് എനിക്ക് പിഴിയാൻ പറ്റുന്നില്ല. ഒരു തട്ടൂടെ ഉണ്ട്, അതിലൂടെ ഇടുമ്പോൾ 4 8 ഉണ്ടാക്കാനായിട്ട് പറ്റും. പക്ഷെ അത് ആവി കയറുമ്പോഴേക്കും അതിൻ്റെ വിയർപ്പ് താഴത്തെ തട്ടിൽ വീണിട്ട് ആ ഇടിയപ്പം മോശമാകും. അതുകൊണ്ട് ഞാൻ ഓരോ തട്ടായിട്ട് ഇടിയപ്പം വേവിക്കാറുള്ളൂ. അങ്ങനെ ഒരു തട്ട് ഞാൻ അടുപ്പത്ത് വെച്ചു. എന്നിട്ട് നമ്മുടെ കുക്കറിൻ്റെ എയർ എല്ലാം പോയ ശേഷം അത് തുറന്നു കൊടുക്കുകയാണ്. ഇനി നമ്മുടെ പൊട്ടാറ്റോസ് ഇങ്ങനെ ഉടച്ചെടുക്കുക, ഇല്ലെങ്കിൽ ഇവിടെ ആരും കഴിക്കത്തില്ല. അപ്പോൾ ഞാനിന്നിപ്പോൾ കുറച്ച് ഉടച്ചുള്ളൂ കേട്ടോ. കാരണം ചെറുതായിട്ട് അരങ്ങിട്ടിരിക്കുന്നതുകൊണ്ട് ഉടച്ചെടുക്കാൻ കുറച്ച് പാട്. വലുതായിരുന്നെങ്കിൽ 4 എണ്ണത്തിൽ 4 കുത്തു കൊടുക്കുമ്പോഴേക്കും ഉടങ്ങി വന്നാനെ. അപ്പോഴേക്കും നമ്മുടെ വേദ കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ഓക്കെ, ഇടിയപ്പം റെഡിയാണ്. ഇനി 1-ാം പാലോട് ഒഴിച്ചാൽ നമ്മുടെ സ്റ്റൂ റെഡിയാകും. അപ്പോൾ വേദയോട് ഞാൻ ചോദിക്കുകയാണ്, നിനക്ക് ഇത് ദോശ മതിയോ അത് ഇടിയപ്പം തന്നെ വേണമെന്ന് ചോദിച്ചു. അപ്പോൾ വേദയ്ക്ക് ഇടിയപ്പം ഒട്ടുമേ ഇഷ്ടമില്ല. അതുകൊണ്ട് വേദ സന്തോഷത്തോടെ പറഞ്ഞു, എനിക്ക് ദോശ മതി എന്ന് പറഞ്ഞു. അങ്ങനെ വേദയ്ക്ക് ദോശ കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ സ്റ്റൂ നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്ത ശേഷം അതിലേക്ക് ഞാൻ 1-ാം പാൽ കൂടി ഒഴിച്ചു കൊടുത്തു. ഫ്ലെയിം ഓഫ് ചെയ്തു. 1-ാം പാൽ ഒഴിച്ചിട്ട് നമ്മൾ തിളപ്പിക്കാറില്ല. ഫ്ലെയിം ഓഫ് ചെയ്തു. നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. കുറച്ച് ഉപ്പൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തു. ചൂടാക്കിയതേ ഉള്ളൂ. ജസ്റ്റ് ആ ഇരുന്ന കുക്കറിൽ അങ്ങ് ഒഴിച്ചു. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തു. ചൂടാക്കിയതും ഇല്ല കേട്ടോ. ചൂടാക്കി ഒന്ന് തിളപ്പിച്ചാൽ പാല് പിരിഞ്ഞു പോകും കേട്ടോ, പിന്നെ കൊള്ളത്തില്ല. അതുകൊണ്ട് തിളപ്പിക്കില്ല. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയ ശേഷം നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്തു. കുക്കറിനെ അങ്ങനെ അങ്ങ് മൂടി വെക്കുക കേട്ടോ. ഇപ്പോൾ വാങ്ങിയ കുക്കറിൻ്റെ ഈ വെയിറ്റ് മാറ്റാണ്ട് അടച്ചാൽ അടയത്തില്ല. അത് മാറ്റിയിട്ട് അടച്ച ശേഷം മാത്രമേ വെയിറ്റ് ഇടാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു സ്റ്റെപ്പ് ഇടിയപ്പം ഞാൻ അടുപ്പത്ത് വെച്ചു. വീണ്ടും അടുത്ത സ്റ്റെപ്പ് ഇടിയപ്പം ഞാനിങ്ങനെ പിഴിഞ്ഞെടുക്കുകയാണ്. അങ്ങനെ ഒരുപാട് സ്റ്റെപ്പ് പിഴിഞ്ഞെടുക്കാനൊന്നുമില്ല കേട്ടോ. 2-ാമത്തെ സ്റ്റെപ്പ് പിഴിഞ്ഞെടുത്തിട്ട് നോക്കിയപ്പോഴേക്കും മാവ് തീർന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇടിയപ്പം ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പോൾ ടോട്ടൽ ഒരു 7 ഇടിയപ്പമാണ് എനിക്ക് കിട്ടിയത്. ഇതിൽ 2 ഇടിയപ്പം എനിക്ക് വേദയ്ക്ക് സ്കൂളിൽ എന്തായാലും കൊടുത്തു വിട്ടേ പറ്റത്തുള്ളൂ. ദോശ കുറച്ച് കനത്തിനൊക്കെ ചുട്ടു കൊടുത്താൽ ഓക്കെയാണ്. പക്ഷേ ദോശയും സ്റ്റൂവും കൂടെ കഴിക്കാൻ കൊള്ളത്തില്ല കേട്ടോ. മീൻസ് കൊള്ളാം, എങ്കിലും ഒരു കോമ്പിനേഷൻ വരത്തില്ല. അപ്പോൾ എന്തായാലും വേദയ്ക്ക് സ്കൂളിൽ ഇടിയപ്പവും സ്റ്റൂവും കൊടുക്കാം. രാവിലെ ദോശയും സ്റ്റൂവും കഴിക്കട്ടെ എന്ന് കരുതി. വേദയ്ക്ക് കറിയൊന്നും വേണമെന്നില്ല, എങ്കിലും ഞാൻ പൊട്ടറ്റോ ഒക്കെ കഴിക്കുന്നെങ്കിൽ കഴിക്കട്ടെ എന്ന് കരുതി സ്റ്റൂവും വെച്ചാണ് കൊടുത്തത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഇടിയപ്പം സെറ്റായിട്ടുണ്ട്. ഇതിനെ ഞാൻ എടുത്ത് നമ്മുടെ പാത്രത്തിലേക്ക് തട്ടാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇഡ്ഡലിയൊക്കെ ആണെങ്കിൽ സ്പൂൺ കൊണ്ടൊക്കെ ഇങ്ങനെ തട്ടിപ്പിടിച്ചൊക്കെ എടുക്കുമ്പോൾ സൈഡൊക്കെ പട്ടി കടിച്ച് പറിച്ചണൊക്കെ ആവും കേട്ടോ. ഇടിയപ്പം ആകുമ്പോൾ അതെങ്ങനെ ഒരു തട്ടുമ്പോഴേക്കും നല്ല നീറ്റായിട്ട് വരും. ഇതേ പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിക്കുക ഒന്നുമില്ല കേട്ടോ. പക്ഷേ ഇഡ്ഡലി നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ വേദയോട് പറയുകയാണ് 2 ഇടിയപ്പം കൊണ്ടുപോകണം. അപ്പോൾ വേദ ഒരെണ്ണം മതിയും തർക്കിക്കുകയാണ്. പക്ഷേ വേദയുടെ ഫ്രണ്ട്സിന് ഞാൻ വെക്കുന്ന സ്റ്റൂ ഇഷ്ടമാണ്. വേദയ്ക്ക് സ്റ്റൂ ഇഷ്ടമല്ല, ഇടിയപ്പം ഇഷ്ടമല്ല. പിന്നെ കൊണ്ടുപോകുന്നു, ഞാൻ തിരിച്ച് വരുമ്പോൾ വഴക്ക് പറയുമെന്നുള്ളത് കൊണ്ട് വേദ കഴിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇതേ ദോശമാവ് എടുക്കുകയാണ് ദോശ ചുട്ടു കൊടുക്കാനായിട്ട്. വേദയ്ക്ക് ഒരു ദോശ. മാവുള്ള ധൈര്യത്തിൽ തന്നെയാണ് കേട്ടോ ഞാൻ ആ ഇടിയപ്പം അത്ര മാവാണെങ്കിലും ഉണ്ടാക്കാമെന്ന് കരുതിയത്. ദോശ ഞാൻ പറഞ്ഞില്ലേ, വേദയ്ക്ക് ഞാനങ്ങനെ സ്കൂളിൽ കൊടുത്ത് വിടത്തില്ല. പിന്നെ അന്ന് അരച്ച മാവാ കേട്ടോ, ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ദോശയ്ക്ക് ഒരു കുഴപ്പമില്ല, ഇഡ്ഡലിക്ക് ഒരു കുഴപ്പമില്ല. ഇനി ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റത്തില്ല. ആ മാവിൽ ഞാൻ വെള്ളം ഒഴിച്ചു. ഇഡ്ഡലിയെക്കാട്ടി ഇവിടെ ദോശയാണ് എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് പിന്നെ ദോശ തന്നെയാണ് കൂടുതലും ഉണ്ടാക്കുന്നത്. രാവിലെയും ദോശ, വൈകുന്നേരവും ദോശ. മാവ് കഴിയുന്നത് വരെ രാവിലെയും വൈകിട്ടും ഒക്കെ ദോശയായിരിക്കും. അതുകൊണ്ട് എന്ന് ആവുന്നത് എങ്ങനെയാണെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇടിയപ്പം കൂടി ഉണ്ടാക്കാനായിട്ട് നിന്നത്. അങ്ങനെ വേദയ്ക്ക് 2 ഇടിയപ്പം ഞാൻ അവളുടെ ലഞ്ച് ബോക്സിലേക്ക് കയറ്റുകയാണ്. അതിൻ്റെ മുകളിലത്തെ തട്ടൂടെ വെച്ചാൽ അത് നേരെ അടയത്തുള്ളൂ കേട്ടോ. അങ്ങനെ ആ തട്ടൂടെ വെച്ച് അടച്ച ശേഷം വേദയുടെ കറി ബോക്സിൽ കുറച്ച് സ്റ്റൂ എടുക്കുകയാണ്. വേദ കറിയൊന്നും കൂട്ടത്തില്ല കേട്ടോ. അമ്മയുടെ കറി എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയും. ഇതെല്ലാം എനിക്ക് തോന്നുന്നു മിക്കവാറും ഫ്രണ്ട്സിനായിരിക്കും കൊണ്ടു കൊടുക്കുന്നത്. വേദ കഴിക്കത്തില്ലായിരിക്കും.
കുട്ടികൾക്ക് കറി ഇഷ്ടമാണെന്ന് പറഞ്ഞതുകൊണ്ട് കുറച്ച് കറി കൂടുതൽ എടുക്കാമെന്ന് കരുതി. അങ്ങനെ കുറച്ച് കറി ആക്കി കറിയും നമ്മുടെ ഇടിയപ്പവും കൂടി ലഞ്ച് ബോക്സ് സെറ്റാക്കി വേദയ്ക്ക് കൊടുക്കുകയാണ്. ഇനി സ്നാക്സിന് കുറച്ചെന്തോ എള്ളുമുട്ടായൊക്കെ വേദ വാങ്ങി വെച്ചിട്ടുണ്ട്, അതായിരിക്കും കൊണ്ടുപോകുന്നതെന്ന് കരുതി ഞാൻ ആ സ്നാക്സിൽ എള്ളുമുട്ടായി കൊണ്ടുപോകാനായിട്ട് എടുത്ത് കൊടുത്തപ്പോഴേക്കും വേദ പറഞ്ഞു വേണ്ട, ഞാൻ സോനം പപ്പടി ഇരിക്കുന്നു അത് കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു. കൊണ്ടുപോകാനുള്ള വെള്ളമെല്ലാം വേദ എടുക്കുകയാണ്. നമ്മുടെ കൂജയിലെ വെള്ളം ഭയങ്കര തണുപ്പാട്ടോ. കൂജയിൽ വെള്ളം വെച്ചിരുന്നാൽ ഭയങ്കര തണുപ്പാന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പക്ഷേ ഇത്രയും തണുപ്പുണ്ടാവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നല്ല തണുപ്പുണ്ട് കേട്ടോ. പക്ഷേ ആദ്യത്തെ 2 ദിവസം ഭയങ്കര തണുപ്പായിരുന്നു. ഇപ്പം അത്രയും തണുപ്പില്ല, എങ്കിലും തണുപ്പുണ്ട് കേട്ടോ. കൊള്ളാം സംഭവം. ഒരു നാച്ചുറൽ കൂളിംഗ് അല്ലേ കിട്ടുന്നത്, അത് കൊള്ളാം. ഞാൻ അതിശയിച്ചു പോയി ആ ഒരു കാര്യത്തിൽ. അങ്ങനെ ഞാൻ നമ്മുടെ എള്ളുമുട്ട എടുത്ത് കൊടുത്തപ്പോൾ വേണ്ട, ഞാൻ സോനം പപ്പടിയെ കൊണ്ട് പോകുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതിരുന്ന സോനം പപ്പടി എല്ലാം പറക്കി അതിൽ വയ്ക്കുകയാണ്. ഞങ്ങൾക്ക് അപ്പോൾ ഏട്ടൻ ചോദിക്കുന്നുണ്ട് നിനക്ക് ഇത്രയും കൊണ്ടുപോകണോ, അത് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാമല്ലോ, ഇത്രയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഫുൾ എടുത്ത് വയ്ക്കുക കേട്ടോ. ഇവർ ഫുൾ ഷെയറിങ് ആട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഷെയറിങ് ആണ്, അല്ലാതെ ഒരാൾ തന്നെ മാത്രം കഴിക്കത്തില്ല. മിക്കവാറും വേദയുടെ ലഞ്ച് ബോക്സിലൊക്കെ വരുമ്പോൾ മറ്റുള്ള കുട്ടികളുടെ പ്ലേറ്റിലുണ്ടാവുന്ന സാധനങ്ങളെല്ലാം വേദയുടെ പ്ലേറ്റിലുണ്ടാവാറുണ്ട്. വേദയും തിരിച്ചങ്ങോട്ട് കൊടുക്കുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ദോശക്കല്ല് ചൂടായി, ദോശ ചുടുന്നു. ഒരുപാട് പേര് ചോദിച്ചു കല്ല് അവിടെ നിന്നാൽ എത്ര വർഷമായി, ഈ കല്ല് ഒരുപാട് നാളായി. കല്ല് വാങ്ങിയത് ഏത് കടയെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് ഇടിയപ്പവും സെറ്റായിട്ടുണ്ട്. അങ്ങനെ ആ ഇടിയപ്പവും കൂടി ഞാൻ ഇപ്പുറത്തേക്ക് മാറ്റുകയാണ്. ദോശയും ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. പറഞ്ഞില്ലേ വേദയ്ക്ക് ലഞ്ച് ചോറ് കൊടുത്ത് വിടാത്തത് കൊണ്ട് കുറച്ചൊരു റിലാക്സ് മൂഡിൽ നിന്ന് നമുക്ക് വീഡിയോ ഒക്കെ എടുത്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഇടിയപ്പം എല്ലാം റെഡിയായി. വേദയ്ക്ക് കഴിക്കാനായിട്ട് ഞാൻ സ്റ്റൂവും ദോശയും കൂടി എടുക്കുകയാണ്. ദോശ മറിച്ചിട്ടപ്പോഴേക്കും ദോശയുടെ സൈഡ് കീറിപ്പോയി കേട്ടോ. അല്ലാതെ കല്ലിൻ്റെ കുഴപ്പമില്ല, ദോശക്കല്ല് ചൂടാവുന്നതിന് മുന്നേ ഞാൻ കോരി ഒഴിച്ചു, അതുകൊണ്ട് സൈഡ് ഒരുമാതിരി ആയതാണ്. എന്നിട്ട് വേദയ്ക്ക് ദോശ കൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു വേണ്ട, ഞാൻ തന്നെ എടുത്ത് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേദ തനിയെ എടുത്ത് കഴിക്കാനായിട്ടൊക്കെ പോവുകയാണ്. വേദ തനിയെ കഴിച്ചാൽ ആ ഉരുളക്കിഴങ്ങൊന്നും ഉടയാത്തത് കൊണ്ട് അത് അങ്ങനെ കിടക്കും കേട്ടോ. ഇപ്പോൾ നോക്കിക്കൊള്ളേ, എടുത്ത് കഴിക്കുമ്പോഴേക്കും അതിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മുക്കി കഴിക്കത്തേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ഇങ്ങനെ എടുക്കുക, ഞാൻ എടുത്ത് തരാമെന്ന് പറഞ്ഞപ്പോഴേക്കും അടുത്ത സ്റ്റെപ്പ് കഴിച്ചപ്പോൾ ഒരു പൊട്ടാറ്റോ എടുത്ത് അതിലൊക്കെ വെച്ച് കഴിക്കുന്നുണ്ട്. പക്ഷേ ആൾ കഴിക്കത്തില്ല. ഒറ്റ പ്രാവശ്യം ഞാനിങ്ങനെ നോക്കുന്നത് കൊണ്ട് അവളെടുത്ത് കഴിക്കുന്നേ ഉള്ളൂ. ഞാൻ പിന്നെ അതിൽ കൂടുതൽ പറയാൻ പോയില്ല, എനിക്ക് കുറച്ചുകൂടെ ജോലി ഉള്ളത് കൊണ്ട് അവളെന്തോ ചെയ്യട്ടെ എന്ന് കരുതി. ഞാൻ പിന്നെ ഒരു മുട്ടയോടെ പുഴുങ്ങാനായിട്ട് വെച്ചു. ഏട്ടന് മാത്രം, എനിക്ക് വേണ്ട, ഏട്ടന് മാത്രം ഒരു മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചു. വേദ മുട്ടയൊന്നും കഴിക്കത്തില്ല കേട്ടോ, അതുകൊണ്ടാണ് ഏട്ടന് മാത്രം മുട്ടയോടെ പുഴുങ്ങാനായിട്ട് വെച്ചത്. അപ്പോൾ ആ ഇടിയപ്പവും മുട്ടയും കൂടെ ആകുമ്പോൾ ഏട്ടനുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാകും, അത്രയൊക്കെ ഏട്ടൻ കഴിക്കത്തുള്ളൂ. എന്നിട്ട് ഞാൻ വേദ സ്കൂളിൽ പറഞ്ഞു വിട്ടു കേട്ടോ. ആ വീഡിയോ എടുക്കാൻ മിസ്സായിപ്പോയി. ഇനി കുറേ പാത്രങ്ങൾ കഴുകാനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഏറ്റവും പാടുള്ള കുറച്ച് ജോലികളിലൊന്നാണ് തേങ്ങ ചിരണ്ടുക, തേങ്ങാപ്പാലിടുക, പാത്രം കഴുകുക. ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം കേട്ടോ. ഇനി ആ പാത്രങ്ങളൂടെ കഴുകിയ ശേഷമാണ് ഇനി അടുത്ത് ഉച്ചത്തെ പരിപാടിയിലേക്ക് പോവേണ്ടത്. ഉച്ചയ്ക്ക് എന്താണ് മീൻ, ഏതാണ് മീനും ഒന്നും ആയിട്ടില്ല. ഇനി മീനൊക്കെ വരുമ്പോഴേ അറിയാവൂ എന്താണ് ഏതാണെന്നുള്ളത്. ഇനി ഈ പാത്രങ്ങളെല്ലാം കഴുകി ഒതുക്കി ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ രാവിലത്തെ കാര്യങ്ങളെല്ലാം കഴിയും. എൻ്റെ സ്ഥിരം ഒരു വർക്കിംഗ് ഡേയിൽ നടക്കുന്ന മോർണിംഗ് റൊട്ടീനാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചത്. നല്ല ലെങ്ത് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല വീഡിയോ എടുക്കുമ്പോൾ. എല്ലാ കാര്യങ്ങളും ഞാൻ കുറച്ചൊക്കെ എടുത്തു, ഏട്ടൻ കുറച്ച് എടുത്തു തന്നു. അതുകൊണ്ട് എഡിറ്റ് ചെയ്യാൻ വന്നപ്പോഴേക്കും നല്ല ലെങ്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ലെങ്ത് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി നാളെ കാണാം കേട്ടോ. എന്താണ് സംഭവിച്ചത്, ഏതാണ് സംഭവിച്ചത്, എന്ത് മീൻ വാങ്ങി എന്നൊക്കെ ഉള്ളത് നാളത്തെ വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. എൻ്റെ ജോലിയും കാര്യങ്ങളുമായിട്ട് ഞാൻ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ എന്തായാലും ടാറ്റാ, ബൈ ബൈ.